എൻ്റെ പേര് വിഷ്ണു. SIPയിൽ 183 റാങ്കാണ്. സ്പാർക്കിലാണ് ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഡിഗ്രി പഠനകാലം മുതലാണ് ഞാൻ സ്പാർക്കിൽ ക്ലാസ് വന്ന് തുടങ്ങിയത്. ആ സമയത്ത് പക്ഷേ തുടക്കത്തിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല. സിലബസ് ഒന്ന് നോക്കാതെയാണ് പഠിച്ചു തുടങ്ങിയത്. ആ സമയത്ത് ലിസ്റ്റ് വന്നെങ്കിലും ജോലി കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ ലിസ്റ്റ് ക്യാൻസലായി. കൊറോണ വന്നു. ആ കാരണത്താൽ ലിസ്റ്റ് ക്യാൻസലായി. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പഠിക്കാൻ തുടങ്ങി. സ്പാർക്കിലാണ് വന്ന് സിലബസ് അനുസരിച്ച് പഠിച്ചു. ചില വിഷയങ്ങൾ മടുപ്പായിരുന്നു, അതിനെയൊക്കെ ഒഴിവാക്കി. എന്നിട്ടും പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നു. കുറച്ച് ബേക്കിലോട്ടായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. അങ്ങനെ വീണ്ടും എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ആലോചിച്ചു. അതിൻ്റെ കാരണം കണ്ടെത്തി ചില വിഷയങ്ങൾ ഒഴിവാക്കി അതിനെ ബോധപൂർവ്വം പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ റിവിഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയത്. തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് നമുക്ക് ആ ഒരു മാർക്ക് മാറുന്നതനുസരിച്ച് നമുക്ക് അനുഭവിച്ചു തുടങ്ങി. മാർക്ക് എങ്ങനെ കൂടി വരുന്നുണ്ടോ, നമ്മുടെ മാർക്ക് നിലവാരം നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഇത് ഇങ്ങനെ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെ ഓരോ PSC സൈറ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തുടങ്ങി. ഇവിടെ സ്പാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അവിടുത്തെ ഓരോ ബാച്ചിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മാർക്കിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. അങ്ങനെ പഠിച്ചു, ആ രീതി ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഈ മാർക്കിൽ എത്തിപ്പെട്ടത്. 183 റാങ്കാണ്. അടുത്ത ആഴ്ച സർവീസിൽ കയറാൻ പോവുകയാണ്. സ്പാർക്കിൽ ക്ലാസ്സിന് വന്ന ശേഷമാണ് PSCക്ക് ഒരു സിലബസ് ഉണ്ട്, സിലബസ് അനുസരിച്ച് പഠിക്കണം, ടെസ്റ്റ് പേപ്പറുകൾ ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം വന്നത്. അങ്ങനെയാണ് വീണ്ടും അടുത്ത് പഠിക്കാൻ തുടങ്ങി. ഓരോ ബാച്ചിൻ്റെയും ക്വസ്റ്റ് പേപ്പർ സ്റ്റാഫ് തന്നെ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റാഫ്സൊക്കെ നമുക്ക് നല്ല ഉപകാരപ്പെട്ടു. ഇവിടെ കമ്പൈൻ സ്റ്റഡിക്ക് നല്ല സൗകര്യം തന്നിട്ടുണ്ട്. രാത്രിയായിരുന്നാലും പകലായിരുന്നാലും എപ്പോഴായിരുന്നാലും നമ്മൾ വന്നിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഷിബ് സാറിന് ഉണ്ടായിരുന്നുള്ളൂ. ഷിബ് സാറൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു. നല്ലൊരു മോട്ടിവേഷനാണ് ഷിബ് സാറ്. നമ്മുടെ ഇതിനു മുന്നേയുള്ള സീനിയർ ബാച്ച് അതിലെ ചേട്ടന്മാർ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അവരെയൊക്കെ നമ്മൾ മാതൃകയായിട്ട് എടുത്തത്. നമ്മൾ PSCയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് തന്നെ നിൽക്കുക, ഇടയ്ക്ക് വെച്ച് പിന്മാറാതിരിക്കുക. ഞാനും പഠിച്ചു വന്ന് കുറച്ചെല്ലാം കഴിയുമ്പോൾ ലിസ്റ്റ് വരും. പിന്നെ അടുത്ത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും. പിന്നെ ഇത് നോക്കാതെ നല്ലൊരു ഗ്യാപ്പ് വന്ന് ആ ഗ്യാപ്പ് ആരും എടുക്കാതിരിക്കുക. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പഠിത്തത്തിൻ്റെ ടച്ച് പോകും. പിന്നെ വീണ്ടും ഒന്നിന്ന് പഠിക്കണം. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നത്. PSCയിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ ഒരു ഇത് ആരും ആവർത്തിക്കാതിരിക്കുക. PSC പഠിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നന്നായി പഠിക്കുക. പഠിക്കുന്ന സമയം പഠിക്കാനായിട്ട് മാത്രം ഉപയോഗിക്കുക. അതിൽ കള്ളത്തരം കാണിക്കാതിരിക്കുക. നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ജോലി നേടിയെടുക്കുക.